ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ രമ്യ സുജേഷ്, NLP ട്രെയിനർ, ലൈഫ് കോച്ച്, യോഗ അലയൻസ് സർട്ടിഫൈഡ് ടീച്ചർ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സിമ്പിൾ ടെക്നിക്കിലൂടെ എങ്ങനെ ആ പ്രശ്നത്തെ പരിഹരിക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൊണ്ടുപോകുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അത് കാമുകനായിക്കോട്ടെ, കാമുകിയായിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം, നമ്മുടെ മറ്റുള്ള ബന്ധുക്കളായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം. പലതരത്തിലുള്ള ബന്ധങ്ങളിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇതിന് നമുക്ക് ആവശ്യമുള്ള 2 സാധനങ്ങളെന്ന് ബേ ലീഫ് എന്നുള്ളതാണ്. ആദ്യത്തെ സാധനം ബേ ലീഫാണ്. രണ്ടാമത്തെ സാധനം ഒരു റെഡ് കളർ മാർക്കർ തന്നെ വേണം. വേറൊരു കളറും ഉപയോഗിക്കരുത്, റെഡ് കളർ മാർക്കർ തന്നെ ഉപയോഗിക്കണം. പിന്നെ ആവശ്യമുള്ളത് ഒരു ലൈറ്ററുമാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ആരുമായിട്ടാണോ പ്രശ്നങ്ങളുള്ളത്, നിങ്ങളുടെ ഏത് റിലേഷനിലാണോ പ്രശ്നമുള്ളത്, ആ റിലേഷൻ ആയിട്ടുള്ള ആ വ്യക്തിയുടെ പേര് എഴുതിയിട്ട് ഈ ബേ ലീഫിൽ നമ്മൾ ഈ ഒരു മാർക്കർ ഉപയോഗിച്ച് എഴുതണം. ഞാനും ആ വ്യക്തിയുടെ പേര് ആയിട്ടുള്ള നല്ല ബന്ധത്തിന് നന്ദി. അങ്ങനെയാണ് ഈ ഒരു ബേ ലീഫിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇത്തിരി വലിയ ബേ ലീഫ് ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ, നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേ ലീഫ് ചെറുതാണെങ്കിലും എടുത്തുകൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒന്ന് എഴുതിയതിന് ശേഷം ഈ ബേ ലീഫ് നമ്മുടെ കൈകളിലേക്ക് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ തൊഴുത് പിടിക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് വിശ്വാസമുള്ള രീതി ആ രീതിയിൽ പിടിക്കാം. ആ ഒരു വ്യക്തിയെ മനസ്സിലേക്ക് വിചാരിച്ച് ആ വ്യക്തിയുമായിട്ടുള്ള നല്ല ബന്ധത്തിന് നന്ദി മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ബേ ലീഫ് കത്തിച്ച് കളയാൻ പോവാണ്. എഴുതിയതിന് ശേഷമാണ് കേട്ടോ. എന്നിട്ട് ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ച് കളയുക. കത്തിച്ച് കളയുന്നത് എപ്പോഴും നമ്മൾ പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു റൂമിലൊക്കെ വെച്ചിട്ട് കത്തിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് കത്തിച്ച് കളയുക. കത്തിച്ച് കളയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ചിന്ത ഇതാണ്: ഞാൻ എൻ്റെ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ദൈവത്തിനോടും പ്രപഞ്ചശക്തിയോടും നിങ്ങളുടെ ഗുരുവിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് കത്തിച്ച് അത് യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക. കാരണം ബാക്കിയെല്ലാം നമ്മളുടെ യൂണിവേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ആ ഒരു ബന്ധത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്തതിന് ശേഷം യെസ് എന്ന് അഫേം ചെയ്യുക. ഈ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് എഴുതുക. അതാരും മറക്കരുത്, യെസ് എന്ന് എഴുതാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുകയേ വേണ്ട, നിങ്ങൾ ആ കാര്യം യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുത്തു. ഈ ഒരു ചാരം അത് തന്നെത്താൻ യൂണിവേഴ്സിലേക്ക് പോയിക്കോളും, പറന്നു പോയിക്കോളും. അപ്പോൾ അതോടുകൂടിയിട്ട് നമ്മളുടെ ആ ആഗ്രഹം, നമ്മളുടെ ആ ഒരു വ്യക്തിയായിട്ടുള്ള ആ ഒരു ബന്ധം തീവ്രമായിട്ട് തന്നെ തിരിച്ചു തരുന്നതാണ്. നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് എന്തായാലും ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ളവർക്ക് റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന വാട്സപ്പ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഓൾ.